സെൻറ് ആനീസ് കോളേജ് പെരുവന്താനം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങനെ പഠിക്കാം, ജയിക്കാം? +2 പരീക്ഷകൾ അടുത്തു വരുന്ന ഈ സമയത്ത് എല്ലാ വിദ്യാർത്ഥികളും ഈ പരീക്ഷാക്കാലത്ത് വേഗം പഠിക്കുന്നതിന് വേണ്ടിയുള്ള ടിപ്സും ട്രിക്സുമായിട്ടാണ് ഇന്ന് സെൻറ് ആനീസ് കോളേജ് പെരുവന്താനം യൂട്യൂബ് ചാനലിൽ എത്തിയിരിക്കുന്നത്. ഏറ്റവും ആദ്യം, ആരാണ് ഒരു സ്റ്റുഡൻറ്റ്? ഒരു സ്റ്റുഡൻറ്റിൻ്റെ അക്ഷരങ്ങൾ നമുക്കറിയാം. STUDENT ആണ്. അതിൽ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട് എന്ന് കുട്ടികൾക്ക് അറിയാമല്ലോ. S എന്ന് പറഞ്ഞാൽ സ്റ്റഡി വെൽ, നന്നായിട്ട് പഠിക്കുന്ന ആളുകളെയാണ് സ്റ്റുഡൻറ്റ് എന്ന് തന്നെ വിളിക്കുന്നത്. രണ്ടാമത്തെ അക്ഷരം T ആണ്. T എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ഇൻ ആക്ഷൻ, പ്രവർത്തനങ്ങളിൽ ഒരു സുതാര്യത ഉണ്ടാവണം, പഠിക്കുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. U എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് എവരിത്തിങ്, എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിൻ്റെ അന്തരാർത്ഥങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥ സ്റ്റുഡൻറ്റ് എന്ന് അവകാശപ്പെടാൻ സാധ്യമാകുന്നുള്ളൂ. D എന്ന അക്ഷരം ഡിവോഷനാണ്. ഡിവോഷനും ഒരു ഡിസിപ്ലിനാണ്. ഇതൊരു ആരാധനയാണ്, ഇതൊരു ധ്യാനമാണ്, ഇതൊരു ഹോമമാണ്, ഒരു പൂജയാണ് എന്നൊക്കെ നമുക്ക് പറയാം. പഠനം അത്രത്തോളം ആത്മസമർപ്പണം ചെയ്യുമ്പോൾ മാത്രമാണ് നല്ല വിദ്യാർത്ഥിയായി മാറാൻ സാധ്യമാകുന്നത്. ഡിസിപ്ലിൻ ചേർത്ത് പറയുമ്പോൾ നല്ല അച്ചടക്കത്തോടുകൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചായി ശ്രമിച്ചെങ്കിൽ മാത്രമേ നല്ലൊരു വിദ്യാർത്ഥി എന്ന പേര് നമുക്ക് കേൾക്കാൻ സാധ്യമാകുന്നുള്ളൂ. E എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് എനർജി ആൻഡ് എക്സലൻസ് ആണ്. നമ്മൾ പഠിക്കുമ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് പഠിക്കാൻ നമുക്ക് സാധ്യമാകണം. ഉന്മേഷവാന്മാരും ഉന്മേഷമതികളുമായെങ്കിൽ മാത്രമേ നല്ലൊരു വിദ്യാർത്ഥി എന്ന് വിളിക്കാൻ സാധ്യമാകുന്നുള്ളൂ. എക്സലൻസ് എന്ന് പറഞ്ഞാൽ ഗുണമേന്മ, എല്ലാ മേഖലയിലും ഫസ്റ്റ് ക്വാളിറ്റി ആകുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. N എന്ന് പറഞ്ഞാൽ നൈസ് ഇൻ ബിഹേവിയർ, വളരെ നൈർമല്യമുള്ള മനസ്സിന് ഉടമകൾ മാത്രമാണ് സ്റ്റുഡൻ്റ് എന്നറിയപ്പെടുകയുള്ളൂ. T എന്ന് വിളിക്കുന്നത് ഒരു ടീച്ചറാണ്. ഓരോ സ്റ്റുഡൻറ്റും ഒരു ടീച്ചറാണ്. ഒരു സ്റ്റുഡൻറ്റ് മനസ്സിലാക്കിയ ഒരു കാര്യം മറ്റൊരു വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇത് ആഞ്ഞ് പതിയുന്നതിന് ഇടവരുത്തും. അപ്പോൾ ഓരോ +2 വിദ്യാർത്ഥിയും ഈ സമയത്ത് തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ള കുട്ടികൾ കൂടി പറഞ്ഞു കൊടുത്താൽ നാം തന്നെയാണ് വളരുന്നത്. ഈ അർത്ഥത്തിൽ ഓരോ വിദ്യാർത്ഥിയും ഒരു ടീച്ചർ കൂടിയാണ് എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. ഒരു വിദ്യാർത്ഥി ആരാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഈ വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയാക്കുന്നത് ഒരു ഡസൻ പോയിന്റുകൾ ചേരുമ്പോഴാണ്. ഏതൊക്കെയാണ് ഈ ഒരു ഡസൻ പോയിന്റ്? 1, ലക്ഷ്യബോധം നമുക്കുണ്ടാവണം. ഒരു ലക്ഷ്യബോധം ഉള്ള ഒരു യുവാവിനെയോ യുവതിയോ അല്ലെ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ നമുക്ക് വിദ്യാർത്ഥി എന്ന് വിളിക്കാൻ സാധ്യമാകുന്നുള്ളൂ. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രയോ ഇച്ഛാശക്തിയോടുകൂടിയാണ് അദ്ദേഹം ശ്രമിച്ചത്. KR നാരായണൻ എന്ന് വിളിക്കുന്ന വ്യക്തിത്വത്തെപ്പറ്റി നമ്മൾക്ക് മനസ്സിലറിയാം. എത്രയോ ആഴത്തിലുള്ള ലക്ഷ്യബോധത്തിൽ നിന്നാണ് അവർ വളർന്നു കയറിയത് എന്ന് നമുക്ക് മനസ്സിലാവും. പാല എന്ന ഗ്രാമത്തിൻ്റെ തൊട്ടടുത്ത ഗ്രാമമാണല്ലോ ഉഴവൂർ. ഉഴവൂർ എന്ന ഗ്രാമത്തിൽ നിന്നും ഇന്ത്യൻ ജനാധിപത്യ ശൃംഖങ്ങളിലേക്ക് നടന്നു കയറിയ അത്ഭുതങ്ങളിൽ അത്ഭുതകരമായ മനുഷ്യനാണ് KR നാരായണൻ. ഇതുപോലെ നമുക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമുണ്ടാവണം. ഞാൻ പഠിച്ച് നല്ല ജോലി നേടും, ഇല്ലേ പഠിച്ച് ഞാൻ മറ്റുള്ളവർക്ക് ജോലി നൽകുന്ന പുതിയ സംരംഭങ്ങൾ തുടങ്ങും. ഇങ്ങനെ ജീവിതത്തിൽ കുറിച്ചിട്ട ഒരു ലക്ഷ്യബോധം ഏവർക്കും ഉണ്ടാവേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വിളിക്കുന്നത് തീവ്രമായ ആഗ്രഹം ഉണ്ടാകണം. മാനേജ്മെൻറ്റ് വിദഗ്ധന്മാർ ഇതിനെ പാഷൻ ഇൻ്റലിജൻസ് എന്നാണ് വിളിക്കുന്നത്. അതീന്ദ്രമായ ഇച്ഛാശക്തി. ഈ ഇച്ഛാശക്തി ഉള്ളവർക്ക് മാത്രമാണ്
ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യമാകുന്നത്. പിഗ്മാലിയനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്രീക്ക് മിത്തോളജിയാണ്. പിഗ്മാലിയൻ എന്ന് വിളിക്കുന്നത് മഹാശില്പിയായിരുന്നു. ശില്പിയായ ഈ മനുഷ്യനോട് ദൈവം തമ്പുരാൻ എൻ്റെ പ്രത്യേക ഇഷ്ടപ്രകാരമായിരിക്കണം രാജാവ് ഒരിക്കൽ സുന്ദരിയായ യുവതിയുടെ ശില്പം കൊത്താൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ശില്പം കൊത്താൻ തുടങ്ങി. പണിശാലയൊക്കെ പണിതു. അങ്ങനെ നീണ്ട് 4 വർഷത്തോളം അടുക്കാറായപ്പം ഇദ്ദേഹം നാൾക്ക് നാൾ മേൽക്കുമേൽ ഈ ശില്പത്തിന് പൂർണ്ണത ലഭിക്കുന്നതിന് വേണ്ടി ശ്രമം തുടങ്ങി. ഇദ്ദേഹത്തിന് ഈ ശില്പത്തോട് ഇഷ്ടം തോന്നി. ഇഷ്ടം പ്രേമമായി മാറി. കുറച്ച് കഴിഞ്ഞപ്പം ഈ ശില്പത്തെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമായി. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എങ്ങനെയെങ്കിലും ഈ ശില്പത്തിന് ജീവൻ നൽകണമേ എന്ന്. അങ്ങനെ നിതാന്തമായ പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കും ഹോമക്കും ആരാധനയ്ക്കും ഒടുവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഈ ശില്പത്തിന് ജീവൻ നൽകി. ശിഷ്ടകാലം പിഗ്മാലിൻ സന്തോഷത്തോടെയാണോ സന്താപത്തോടെയാണോ കഴിഞ്ഞത് എന്ന കഥയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കഥ നൽകുന്ന സന്ദേശമുണ്ട്. തീവ്രമായ ആഗ്രഹമുള്ളവർക്ക് മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത്, ആഴിയുടെ അടിത്തട്ടിലേക്ക് പോകേണ്ടി വന്നാലും മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്നാലും തളരാത്ത പതറാത്ത മഹത്തായ ഇച്ഛാശക്തി. ഈ മഹത്തായ ഇച്ഛാശക്തി ഉള്ളവരെയാണ് യഥാർത്ഥ ഭാരതീയൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളും ഇതുപോലെ തീവ്രമായ ആഗ്രഹങ്ങൾ മനസ്സിൽ കുറിച്ചിടണം. മൂന്നാമത്തേതാണ് ആത്മവിശ്വാസം. ഈ ലോകത്തിലെ എല്ലാ വിശ്വാസങ്ങളുടെയും അടിത്തറ എന്ന് വിളിക്കുന്നത് ആത്മവിശ്വാസമാണ്. ഇതോരോ മനസ്സിൽ ഉള്ള വിശ്വാസമാണ് ആത്മവിശ്വാസം. ഇത് മനസ്സിൻ്റെ ഉള്ളിലെ ദൈവാലയമാണ്. എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്ന ചിന്തയുണ്ടാവണം. ആദ്യം മുതലേ ഇതെനിക്ക് സാധിക്കില്ല എന്ന നെഗറ്റീവ് സ്പിരിറ്റ് ആണെങ്കിൽ പഠനം ആരംഭിക്കുന്നിടം മുതൽ അവസാനം മാർക്ക് വന്നു ചേരുന്നിടം വരെ സർവ്വതും മോശമായി പോകും. അതുകൊണ്ട് നന്മയുടെ ഒരു മനസ്സ്, ആ നന്മ മനസ്സ് ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ആണ് എന്ന് മനസ്സിലാക്കുക. നാലാമത്തെ പോയിന്റ്, സ്ഥിരോത്സാഹം ഉണ്ടാകണം. ഇടയ്ക്കിടയ്ക്ക് മാർക്ക് കുറഞ്ഞു പോകും, ഇടയ്ക്കിടയ്ക്കൊക്കെ തോറ്റു പോകും, ഇടയ്ക്കൊക്കെ മറന്നു പോകും, മറ്റുള്ള കുറ്റപ്പെടുത്തും. എങ്കിലും ആദ്യം നമ്മൾ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് സ്ഥിരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. സൂര്യനെ നോക്കിയാൽ മതി. സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, വീണ്ടും കിഴക്ക് ഉദിക്കുന്നു. സൂര്യൻ റെസ്റ്റില്ല. സൂര്യൻ സ്ഥിരോത്സാഹിയാണ്. അപ്പോൾ അതുപോലെ സ്ഥിരോത്സാഹം കൊണ്ട് മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യമാകൂ. അഞ്ചാമത്തെ പോയിന്റ്, ഉറച്ച തീരുമാനം വേണം. ഉറച്ച അടിസ്ഥാനം ഉണ്ടാകണമെങ്കിൽ ഉറച്ച ബോധ്യമുണ്ടാവണം. ഓരോന്നിനെ പറ്റിയും ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ മാത്രം മുന്നേറാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ന്യൂ ഇയറിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. ആറാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വിളിക്കുന്നത് ഏകാഗ്രത ഉണ്ടാവണം. ഏകാഗ്രമായ ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ക്രിസ്ത്യൻ ഫിലോസഫി അനുസരിച്ചാണെങ്കിൽ ദുഷ്ടമായ ആത്മാവിൽ ഒരിക്കലും വിജ്ഞാനം പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയറായ ഒരു മനസ്സ് നമുക്ക് വേണം എന്ന് മാത്രമല്ല, ഏകാഗ്രത വേണം. പഠിക്കുമ്പം മൊബൈൽ ഫോണുകളിൽ നിന്ന് ദൂരം പാലിച്ച് ഏകാഗ്രമായ മനസ്സോടെ സർവ്വതും നമ്മുടെ സബ്ജക്റ്റിൽ കേന്ദ്രീകരിച്ച് പഠിക്കാൻ സാധ്യമാകണം. ഏഴാമത്തെ പോയിന്റ് വിളിക്കുന്നത് അടുക്കും ചിട്ടയുമാണ്. നല്ല അടുക്കും ചിട്ടയും ജീവിതത്തിൽ ഫോളോ ചെയ്തെങ്കിലേ നല്ല വിദ്യാർത്ഥിയായി മാറത്തുള്ളൂ. എല്ലാ ബുക്കിനും, എല്ലാ പേപ്പറിനും, എല്ലാ നോട്ട്സിനും, ബാഗിനും ചെരുപ്പിനും ഒക്കെ ജീവിതത്തിൽ ഒരു സ്ഥലം ഉണ്ടാവണം. എങ്കിലേ നല്ല വിദ്യാർത്ഥിയായി മാറുന്നതിന് ഇടവരുത്തുള്ളൂ. അടുത്ത പോയിന്റ്, കഴിവുകൾ പൂർണ്ണമായും ഉപയോഗിക്കണം. ഓരോ മനുഷ്യരും സൃഷ്ടിക്കപ്പെടുന്നത് ഭയങ്കരമായ അസാധാരണമായ കഴിവുകളിലാണ്. ഈ കഴിവുകളെല്ലാം നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ ഉപയോഗിച്ചാലേ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാകില്ല. കുട്ടികൾ ഓർത്തിരിക്കണം, ഇപ്പം ഉപയോഗിക്കുന്ന ഈ കഴിവുകൾ മരിക്കുന്നിടം വരെ നമുക്ക് റിട്ടേൺ തരും. ഇപ്പോൾ എടുക്കുന്ന കഠിനാധ്വാനം,
ഇപ്പം നമ്മൾ കുറേ സ്ട്രെയിൻ ചെയ്യുന്നത് മരിക്കുന്നോടം വരെ നമുക്ക് വരുമാനം നേടിത്തരുന്നതിന് ഇടവരുത്തും എന്ന് സംശയമില്ല. കൂട്ടുകാരൊക്കെ ചിലപ്പോൾ പറഞ്ഞ് പറ്റിക്കും, ഇപ്പം നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള സമയമാണ്. ഇല്ല, ഇപ്പം നമുക്ക് പഠിക്കാനുള്ള നേരമാണ്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവസാനം വരെ ജീവിതത്തിൽ വിജയിക്കാം. അടുത്ത പോയിന്റ്, ഒറ്റ ഇരിപ്പിൽ പഠിക്കണ്ട. ഒരു തെറ്റിദ്ധാരണ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും, ഒറ്റ ഇരിപ്പിൽ 3 മണിക്കൂർ ഒന്ന് പഠിക്കാം. ഇല്ല, ഇതൊരു കമ്പ്യൂട്ടറിന് സമാനമായ പ്രവൃത്തിയാണ് തലച്ചോറിൽ നടക്കുന്നത്. സെർബറം, സെർബില്ലം, മെഡുല്ല, ഒമ്പളങ്ങറ്റ, ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിച്ച് അരമണിക്കൂർ ഗ്യാപ്പ് എടുത്ത് പഠിച്ച് ഇറങ്ങി നടന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഒറ്റ ഇരിപ്പിൽ പഠിക്കേണ്ട. ചിലർക്ക് അരമണിക്കൂർ, ചിലർക്ക് 3/4 മണിക്കൂർ, ചിലർക്ക് 1 മണിക്കൂർ. അത് 5 മിനിറ്റും 2 മിനിറ്റും ആകാൻ പാടില്ല. ഒരു നിശ്ചിത സമയമെടുത്തിട്ട് അല്പം പുറത്തൊക്കെ ഒന്ന് നമ്മുടെ വായു സഞ്ചാരമുള്ള സ്ഥലത്തൂടെയൊക്കെ ഒന്ന് നടന്ന് പ്രകൃതിയൊക്കെ ഒന്ന് നോക്കി കുളിർമ നേടി പൂക്കളെയൊക്കെ നോക്കി നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും പ്രസരിപ്പ് തിരിച്ചു പിടിച്ചിട്ട് നമുക്ക് പഠിച്ചാൽ മാത്രമേ മതി. അടുത്തത് 10ാമത്തെ പോയിന്റ്, ക്രിസ്ത്യൻ വിശ്വാസം വെച്ച് 10 കൽപ്പനകൾ പറയുന്നത് 10ാമത്തെ പോയിന്റ് എൻ്റെ വ്യക്തിപരമാണ്. ദൈവവിശ്വാസം ഉണ്ടാകുന്നത് നല്ലതാണ്. അള്ളാഹുവിലോ അയ്യപ്പനിലോ യേശു ക്രിസ്തുവിലോ വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഒരിക്കലും പതർച്ചയുണ്ടാകുന്നില്ല. അവർക്ക് ജീവിത വിജയം മാത്രം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും ദൈവവിശ്വാസിയായിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അവരെ ദൈവങ്ങൾ അവസാനം വരെ കാക്കും എന്ന് എനിക്ക് വ്യക്തിപരമായി സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസമുണ്ട്. 11ാമത്തെ കാര്യം, വ്യക്തി ശുചിത്വം പാലിക്കണം. നല്ല കുളിച്ച് മിടുക്കന്മാരും മിടുക്കിമാരും എഴുന്ന് പഠിക്കണം. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് കുറിയും തൊട്ടിരുന്ന് പഠിച്ചാൽ മരിക്കുമ്പോഴും അന്ന് പഠിച്ച കാര്യം പറഞ്ഞിട്ട് മാത്രം നമുക്ക് മരിക്കാൻ സാധിക്കും. അത്രയ്ക്കും പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ വ്യക്തി ശുചിത്വത്തിന് ഉണ്ട്. അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള കുളിയെല്ലാം കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് പഠിക്കുന്നവർക്ക് വൃത്തിയായ മാർക്ക്, വൃത്തിയായ ജീവിതം മരിക്കുന്നിടം വരെ. 12ാമത്തെ കാര്യം നൽകുന്നത്, പഠിച്ചവയെല്ലാം ഓർത്തിരിക്കാൻ ഒരു മൈൻഡ് മാപ്പിംഗ് തന്ത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഒരു DVD പിക്ചറിൽ സിനിമ കാണുന്നത് പോലെ പഠിച്ച കാര്യങ്ങളെപ്പറ്റി മനനം ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയം കൈവരിക്കും. അത് കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് വഴി മാത്രമേ നമുക്കത് സാധിക്കൂ എന്ന് പ്രിയപ്പെട്ട കൂട്ടുകാർ ഓർമ്മ വെക്കണം. ഇങ്ങനെ മധ്യ തിരുവിതാംകൂറിൽ ഇതിനോടകം തന്നെ നിരവധി റാങ്ക് നേട്ടങ്ങളും വ്യത്യസ്തമായ ചിന്താഗതികളും വ്യത്യസ്തമായ കോഴ്സുകളുമായി മുന്നേറി വരുന്ന സെയിൻറ്റ് ആനീസ് കോളേജ് പെരുവന്താനത്തിൻ്റെ ഏറ്റവും പുതിയ ഇനിഷ്യേറ്റീവാണ് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാൻ ജയിക്കാം. മറ്റൊരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ അടുത്ത ആഴ്ചയിൽ വീണ്ടും എത്തും. ഈ പരീക്ഷാകാലം അങ്ങനെ നല്ല പൂക്കാലമാക്കി മാറ്റി ആയാസരഹിതമായി പഠിച്ച് ഫുൾ A+ വാങ്ങാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സാധിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹം ആശംസിക്കുന്നു. താങ്ക് യു.